സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു ഈ ആളെ പറ്റി പറയാതെ ഒരു എപ്പിസോഡ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. പ്രണയത്തിലും വിരഹത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ സംഗീതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ആ രാജാവ്. സപ്തസ്വരങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത നമ്മളുടെ സ്വന്തം രാജാ സാർ അല്ലേ? രാജാ സാറിന്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ രാജാ സാർ. മഞ്ജരി ചേച്ചി ഇവിടെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എനിക്കറിയാം. കാരണം ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്തതേ രാജാ സാർ ആണ് അല്ലേ? പറയൂ രാജാ സാറിന്റെ ആ ഒരു രാജാ സാറിനെ പറ്റി എന്ത് പറയാനാണ്. ഇപ്പൊ ശരത് സാറൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ വേറൊരു ജനറേഷൻ, അത്രയും കൂടുതൽ രാജാ സാറിനെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് മലയാളത്തില് നമ്മുടെ അച്ഛൻ്റെ അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ രാജാ സാറിന് ആദ്യം പാടുന്നത് ഒരു ചിരി കണ്ടാലാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഇതുപോലെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഓഡിഷനൊക്കെ പോകുന്ന പോലെ ഞാനൊരു വോയിസ് ടെസ്റ്റിന് പോയി. അപ്പം സാറിന്റെ അടുത്ത് സാറിനറിയാലോ അവിടെ ഒരു പൂജാമുറി ഉണ്ട്, അവിടെ ഇരുത്തി പാടിക്കും. അപ്പൊ ഇരുന്ന് ഞാൻ അവിടെ ഹംസധ്വനിയിലൊരു കീർത്തനം പാടി. അപ്പൊ വല്ലാണ്ട് ടെൻഷനിലായിരിക്കുന്നത്. സാറാണെങ്കിൽ ഹാർമോണിയത്തിൽ ഇതിങ്ങനെ ഫോളോ ചെയ്തോണ്ടുണ്ട്. അപ്പൊ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഇത് സദാശിവൻ മൈന്ദനേ ഗജമുഖനേ ഇങ്ങനെ ഒരു കൃതി പാടി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ സാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഈ പൊന്മുടി പുഴയോരത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീം മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, പാടാന്ന് ഒന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് പോക്കാന്ന് പറയുമ്പോൾ ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്തു. അപ്പോൾ വിഷമയ്യോ ഒന്നും പറഞ്ഞില്ല. ആ പുറത്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഈ പറ ഓടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ടെൻഷനിൽ. അപ്പോൾ ഇവർ പറഞ്ഞു ഞാനിങ്ങനെ പുറത്ത് നിൽക്കുക, ഒരാൾ പോയി, രണ്ടാൾ, എല്ലാവരും ഇങ്ങനെ പോവാ. അപ്പോൾ പറഞ്ഞ് അതിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, അമ്മ உங்களுக்கு എന്താ പാട്ട് കൊടുത്തിருக்காரு, இந்த ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പാട്ട് പഠിക്കാൻ പോയി. ഇത് അവിടെ ഇരുന്ന് സുന്ദരരാജൻ സാറാണ് അവിടെ അസിസ്റ്റന്റ്. അപ്പോൾ സാർ ഇരുത്തി ഫുൾ പാട്ട് പഠിപ്പിച്ചു തന്ന്. അന്നത് പാടാൻ പോയപ്പോഴത്തേക്ക് അന്ന് സ്ട്രൈക്ക്, അന്ന് അത് നടന്നില്ല. അപ്പോൾ അടുത്ത ദിവസം കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ വീണ്ടും ചങ്ക് തകർന്നു. ഇതെന്തൊരു വിധി. പക്ഷെ അതിലൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പാട്ടിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം ചെന്ന് പാടിയപ്പം വിജു ചേട്ടൻ എൻ്റെ കൂടെ അത് പാടിയത്. അപ്പം അപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴൊന്നും അറിയില്ല. സാർ മലയാളം പറയും. എനിക്കാണെങ്കിൽ അത് ഒന്നും പിടികിട്ടുന്നില്ല. കൊഞ്ചം മൈക്കൊക്കെ പിന്നാടി പോ. അപ്പം അങ്ങനെയൊക്കെ നിന്ന് എല്ലാം ഓക്കെ വാ ടേക്ക് പോലാമ്മ അങ്ങനെയൊക്കെ സാർ. അപ്പം എനിക്ക് ഇതൊക്കെ സാറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ആ മെമ്മറീസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അത് പാടിക്കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക പാട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ വെച്ചു സാർ ഒരു വാക്ക് പോലും നന്നായോ എന്ന് പറഞ്ഞില്ല, ഈശ്വര ഇതിനെ മാറ്റും. ആ പാട്ടിലെ പോലെ അത് മതിയെന്ന് പോലെ സാർ പറഞ്ഞു. അതെ എൻ്റെ അമ്മ പാറും ഭയങ്കര തക്കിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വിജു ചേട്ടൻ എന്നോട് പറഞ്ഞു, സാർ ഒന്നും പറയാത്തതാണ് നല്ലത്, അദ്ദേഹം പറഞ്ഞില്ല എന്നാണെങ്കിൽ നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഫസ്റ്റ് പാട്ട് എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹം രാജാ സാറിൻ്റെ ഒരു ചിരി കണ്ടാൽ. അതിനുശേഷം അതേ പടത്തിൽ സാറിനോടൊപ്പം ഒരു ഡ്യുവറ്റ് പാടി, മാൻകുട്ടി മൈനക്കുട്ടി എന്നൊരു ഡ്യുവറ്റ്. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു കുറേ സിംഗേഴ്സൊക്കെ ആയിട്ട്, അങ്ങനെ ഒരു പാട്ടും കൂടെ പാടി. പിന്നെ എനിക്ക് ഈ ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ തമിഴ് പടമുണ്ട്. ഇപ്പം കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് കരകാട്ടക്കാരി, അതിൽ 2 പാട്ട് അതും പാടാൻ പറ്റി. ഞാൻ ഒരു പോക്കിൽ ഞാൻ 5 പാട്ട് പാടി. അതെനിക്കൊരു ലോട്ടറി അടിച്ച ഫീൽ ആയിരുന്നു എനിക്ക്. അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ടോട്ടൽ എത്ര പാട്ട് പാടിയിട്ടുണ്ട്? ഞാൻ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ആയിട്ട് 53. രാജാ സാറിന്റെ ഓ മൈ ഗോഡ്. ശരത് സാർ എപ്പോഴും പറയും. എന്നാലും ഇന്ന് ശരത് സാറ് ഒരു പ്രാവശ്യം എന്നോട് രാജാ സാറിനെ പറ്റി പറഞ്ഞത്, സാറിന് ഭയങ്കര എന്താണ് ഭ്രാന്തമായ ഒരു ഫാനാണ് സാറ്. അപ്പം രാജാ സാറ് വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഭഗവതിക്ക് മാല ചാർത്തുന്നെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ അത് കാണാൻ അവിടെ ഇങ്ങനെ നിൽക്കാറുണ്ട്, സാറിനെ എങ്ങനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പണ്ട് അങ്ങനെയൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. സാർ ഈ പ്രസാദ് സ്റ്റുഡിയോ സാർ ഇപ്പുറത്തെ അവിടാണ് സാറിൻ്റെ റൂമുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ റെക്കോർഡിങ്ങിന് പോകുമ്പോഴും
ഈ തിരിച്ചു പോകുമ്പോൾ അതെന്തൊക്കെയാലും അതിലെ പോയാലേ പറ്റത്തുള്ളൂ. ഇതൊന്ന് കാണാൻ, അദ്ദേഹത്തിനൊന്ന് കാണുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ രോമാഞ്ചം കൊണ്ട് നമുക്ക് കണ്ണു കാണാൻ വയ്യ. കാര്യം അത്രയ്ക്ക് സംഗീതത്തിൽ എന്തൊക്കെ, അത് ഒരു 10-40 വർഷം മുമ്പ് വരെ ഇപ്പം ചെയ്താൽ പോലും അത്രയ്ക്ക് ഫ്രഷായിട്ടുള്ളല്ലാത്ത സാധനങ്ങളൊക്കെ അദ്ദേഹം നന്നായി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും എന്ത് സ്റ്റൈൽ ചെയ്താലും അത് രാജാ സാർ അതിലൊക്കെ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡിക്ഷനായിരുന്നു സാറിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ മ്യൂസിക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതും സാറാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചിരിച്ചു സാറ്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് സാറ് തന്നെ ഒരു കാരണം, പേടിയാ സാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ സാറിന് എന്താണെന്ന് അറിഞ്ഞൂടെ, എന്നെ ഒരു വല്ലാണ്ട് ഇഷ്ടമുണ്ട്. ഞാനിപ്പം പറഞ്ഞു ഞാൻ ഈ സാറിൻ്റെ കൂടെ കയറി ഇരിക്കുക, അങ്ങനെയുള്ള ഒരു വരും ഞാൻ എപ്പോഴും താഴെ ഇരിക്കത്തുള്ളൂ. സാറിൻ്റെ കാൽക്കൽ ആ കാലിലൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ഇരിക്കും. എനിക്കതാണ് ഇഷ്ടം. സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വിവരമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് സാർ. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ താഴെ ഇരിക്കുന്നത്. ഇപ്പോൾ രാജാ സാറിന് ഞാൻ പറഞ്ഞല്ലോ പാറു, ഒരൊറ്റ പാട്ട് ആദ്യം തന്നെ എന്നെ വിളിച്ച് പാടിച്ചത്, അതിന് എനിക്കൊരു നവരത്ന മോതിരം തന്നു. അതേ കൂടുതൽ എനിക്കൊന്നുമില്ല കിട്ടാൻ. പിന്നെ ഒരു 21 പാട്ടോളം പാടി ഞാൻ രാജാ സാറിന് പല ലാംഗ്വേജായിട്ട്. അപ്പോൾ കുറേ സന്തോഷം. ഓരോ പാട്ടും ഓരോ അനുഭവമാണ് എനിക്ക്. അപ്പം സാർ, എനിക്ക് വേറൊന്നും പറയാനില്ല സാർ. ഹാപ്പി ബർത്ത്ഡേ, ഇനിയ പിറന്നനാൾ നൽവാഴ്ത്തുക്കൾ സാർ. സാറിന് മലയാളം അറിയാം, ഹിന്ദി അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ എല്ലാം ഭംഗിയായിട്ട് സംസാരിക്കും സാർ. അപ്പം എന്തൊക്കെയാലും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹാപ്പി ബർത്ത്ഡേ സാർ. ഡിസ്ക്വാളിഫിക്കേഷൻ വല്ലതും ഉണ്ടോ നേരിട്ട് അറിയില്ലെങ്കിൽ? ചോദിക്കും. വലിയ വലിയ ആളുകൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാനൊന്നും കാരണം എനിക്ക് സാറിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിട്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞത് മറ്റെല്ലാവരെയും പോലെ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും പഠിക്കാനും. ഞാൻ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് 80s രാജ സാർ ചെയ്തു വെച്ച ചില പാട്ടുകളുടെയൊക്കെ ഇൻ്റർലൂഡ്സ് ഒക്കെ കേട്ടാൽ ആ സമയത്തുള്ള ഓഡിയൻസ് അത്രയും ഇവോൾവ് ആയിരുന്നില്ല. മ്യൂസിക്കൽ ടേസ്റ്റിൻ്റെ അല്ലെങ്കിൽ സെൻസിബിലിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ അത്രയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് അദ്ദേഹം എന്തിനാണ് ഇത്രയും ഒരു വേൾഡ് മ്യൂസിക്കിൻ്റെ പല വ്യൂസ്, പല വാതായനങ്ങൾ തുറന്നു കൊടുത്തത്? അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവൻ ഏതോ ഒരു ദീപാവലിക്കൊക്കെ 14 സിനിമകൾ ഒരുമിച്ച് റിലീസായ ഒരു വർഷമൊക്കെ ഉണ്ട് രാജ സാറിൻ്റെ. 88 ആണോ അങ്ങനെ എന്തോ 14 സിനിമകൾ. അപ്പം എത്ര, ഒരു 120 പാട്ടെങ്കിലും ഉണ്ടാവും, 100 പാട്ടെങ്കിലും ഉണ്ടാവും ആ സിംഗിൾ ഡേ റിലീസിന്. അപ്പോൾ അത്രയും പാട്ടുകൾ ചെയ്യുമ്പോൾ ഓരോ പാട്ടിനും ദർ ഇസ് സംതിങ് സ്പെഷ്യൽ, ദർ ഇസ് സം ന്യൂ ജോണർ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം. ഇത് എന്തിനാണ് ഇത്ര എഫേർട്ട് എടുക്കണത് എന്ന് നമ്മൾ ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോൾ വേണമെങ്കിൽ വെറുതെ ആ ഒരു പ്രൈം അല്ലെങ്കിൽ ആ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ രാജ സാറിന് ഈസിലി കുറേ അസിസ്റ്റൻസിനെയും കൊണ്ടുവന്നിട്ട് ഓർക്കസ്ട്രേഷൻ്റെ ഭാഗമൊന്നും അറിയുപോലും വേണ്ടാത്ത രീതിയിൽ വേണമെങ്കിൽ ഹീ കുഡ് ഹാവ് എക്സിക്യൂട്ടഡ് അല്ലാണ്. പിന്നെ അപ്പോൾ അങ്ങനെയും പാട്ടുകൾ ഉണ്ടാകപ്പെടുന്നുണ്ട്. ഒരു കമ്പോസർ ഡസൻ ഹാവ് ടു പ്രോപ്പർലി നോ എവറിത്തിങ് എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. തിരക്ക് കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ പോലത്തെ ഒരു പീക്ക് ടൈമിൽ പോലും രാജ സാർ വാസ് മെറ്റിക്കുലേറ്റ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി നോട്ട് ഇൻ ഹിസ് സോങ്. ഒരു ജീനിയസ് എന്നുള്ള വേർഡ് ഇസ് ടു സ്മോൾ ഫോർ ഹിം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ രാജ സാർ. ഓക്കെ.